പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവീശ്വര സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഇനിയേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന് നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. ആമേൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവീശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവീശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ഉദ്വിധം എപ്പോഴും ഞങ്ങളോട് കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 23, 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. ഇതാ, ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിൻ്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. അവൻ പറയുന്നതെല്ലാം ആദരപൂർവ്വം അനുസരിക്കണം. അവനെ പ്രകോപിപ്പിക്കരുത്. എൻ്റെ നാമം അവനിലുള്ളത് നിമിത്തം നിൻ്റെ അതിക്രമങ്ങൾ അവൻ ക്ഷമിക്കുകയില്ല. അവൻ്റെ വാക്ക് കേൾക്കുകയും ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ നിൻ്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും, നിൻ്റെ എതിരാളികൾക്ക് ഞാൻ എതിരാളിയുമായിരിക്കും. എൻ്റെ ദൂതൻ നിനക്ക് മുൻപേ പോയി നിന്നെ അമോര്യർ, ഹിത്യർ, പെരീസ്യർ, കനാന്യർ, ഹിവ്യർ, ജബ്യൂസർ എന്നിവരുടെ ഇടയിലേക്ക് നയിക്കും. അപ്പോൾ ഞാൻ അവരെ നിശേഷം നശിപ്പിക്കും. നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ അരുത്. അവരുടെ ആചാരങ്ങൾ അനുകരിക്കരുത്. അവരുടെ ദേവന്മാരെ നശിപ്പിക്കുകയും ആരാധനാസ്തംഭങ്ങൾ തകർക്കുകയും ചെയ്യണം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് തരും. ദൈവമായ കർത്താവിന് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവനായകവും ദൈവികവുമായ കൽപ്പനകളും മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. പൗലോസിൻ്റെ ശുശ്രൂഷ. സഹോദരരെ, നിങ്ങൾ നന്മയാൽ പൂരിതരും എല്ലാ അറിവും തികഞ്ഞവരും പരസ്പരം ഉപദേശിക്കാൻ കഴിവുള്ളവരുമാണെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ദൈവം എനിക്ക് നൽകിയ കൃപയാൽ ധൈര്യത്തോടെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാൻ എഴുതിയത്. ദൈവത്തിൻ്റെ കൃപ എന്നെ വിജാതീയർക്ക് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനാക്കിയിരിക്കുകയാണല്ലോ. വിജാതീയരാകുന്ന ബലിവസ്തു സ്വീകാര്യവും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകൃതവുമാകാൻ വേണ്ടി ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷത്തിന് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടിയുള്ള ജോലിയെക്കുറിച്ച് എനിക്ക് യേശുക്രിസ്തുവിൽ അഭിമാനിക്കാൻ കഴിയും. വിജാതീയരുടെ അനുസരണം നേടിയെടുക്കുന്നതിന് വാക്കാലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ഞാൻ വഴി ക്രിസ്തു പ്രവർത്തിച്ചവയൊഴികെ ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല.
തന്നിമിത്തം ഞാൻ ജെറുസലേം തുടങ്ങി ഇല്ലിറിക്കോൺ വരെ ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷം പൂർത്തിയാക്കി. അങ്ങനെ മറ്റൊരുവൻ സ്ഥാപിച്ച അടിസ്ഥാനത്തിന്മേൽ പണിയാതെ ക്രിസ്തുവിനെ അറിയാത്ത സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഞാൻ അത്യധികം ഉത്സാഹം കാണിച്ചു. ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തവനെ അവർ ദർശിക്കും, അവനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ അവനെ മനസ്സിലാക്കും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 9 1 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങളെ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. അവൻ പറഞ്ഞു, യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്, 2 ഉടുപ്പും ഉണ്ടായിരിക്കരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക, അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക. നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവൻ. അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇരിക്കാം. സ്നേഹമുള്ളവർ, ഇന്ന് ഇരിഞ്ഞാലക്കുട രൂപതയിൽ മതബോധന അധ്യയന വർഷം ഇന്ന് ആരംഭിക്കുകയാണ്. അതോടനുബന്ധിച്ച് അഭിനന്ദ പിതാവ് ഒരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് ശ്രദ്ധാപൂർവം കേൾക്കാം. ക്രിസ്തുവിൽ വിശ്വാസ പരിശീലകരായ വൈദികരെ, സന്യസ്തരെ, മാതാപിതാക്കളെ, അധ്യാപകരെ, യുവജനങ്ങളെ, വാത്സല്യമുള്ള വിദ്യാർത്ഥികളെ, കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ പ്രതിരോധിക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം ഒരു കത്തോലിക്ക വിശ്വാസിക്കുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തെ കാത്തു സംരക്ഷിക്കാനുള്ള ഒരു വിശ്വാസ പ്രതിരോധ പ്രബോധന ശൈലി നമ്മുടെ വിശ്വാസ പരിശീലനത്തിന് ഇന്ന് ആവശ്യമാണ്. നമ്മൾ ഏറ്റുപറയുന്ന വിശ്വാസത്തെയും ആഘോഷിക്കുന്ന വിശ്വാസത്തെയും ജീവിക്കുന്ന വിശ്വാസത്തെയും കുറിച്ച് ആഴമേറിയ അവബോധം ജനിപ്പിക്കാനും അത് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താനുമുള്ള ആത്മധൈര്യമുള്ളവരായി നമ്മുടെ മക്കളെ സജ്ജരാക്കണമെന്നത് വിശ്വാസ പരിശീലനത്തിൻ്റെ ലക്ഷ്യമായിരിക്കണം. പ്രിയ മാതാപിതാക്കളെ, ഒരു വ്യക്തിയെ വിശ്വാസത്തിലേക്ക് കടത്തിവിടുന്ന പ്രഥമ വാതിലുകളാണ് മാതാപിതാക്കൾ എന്നാണ് വിശ്വാസത്തിൻ്റെ വാതിൽ എന്ന ചാക്രിക ലേഖനത്തിൽ ബെനഡിക്ട് 16 മാർപ്പാപ്പ പറയുന്നത്. പ്രാർത്ഥിക്കാനും ദൈവമക്കൾ എന്ന നിലയിലുള്ള അവരുടെ ദൈവവിളി കണ്ടെത്താനും തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുക എന്ന ദൗത്യം മാതാപിതാക്കൾക്കാണ്. വിശ്വാസ രഹസ്യങ്ങളുടെ പ്രഥമ മുന്നോടികളായ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെ ആ രഹസ്യങ്ങളിലേക്ക് ചെറുപ്രായത്തിൽ തന്നെ പ്രവേശിപ്പിക്കണം. മാതാപിതാക്കളെ, നിങ്ങൾ ഈ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് സഭയുടെ വിശ്വാസ പരിശീലന പ്രക്രിയയിൽ പൂർണ്ണമായും പങ്കുചേരേണ്ടതാണ്. പ്രിയ വിശ്വാസ പരിശീലകരെ, നിങ്ങൾ ചെയ്യുന്ന ശ്രേഷ്ഠമായ ശുശ്രൂഷയെ ഞാൻ അഭിനന്ദിക്കുന്നു, നന്ദി പറയുന്നു. വിശ്വാസവർഷത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസ പരിശീലനോട് പറഞ്ഞ് 3 കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക, ദൈവജനത്തെ തീർത്ഥാടനത്തിൽ അനുഗമിക്കുക, സുവിശേഷം പ്രഘോഷിക്കുന്നുള്ള പുതിയ പാതകൾ അടയാളപ്പെടുത്താനുള്ള ധൈര്യം ഉണ്ടായിരിക്കുക. പ്രിയ വിദ്യാർത്ഥികളെ, നമുക്കും നമ്മുടെ ലോകത്തിനും വളരാൻ പരസ്പരം ഐക്യപ്പെട്ടാൽ പോരാ, എല്ലാറ്റിനും ഉപരിയായി നമുക്ക് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടേണ്ടതുണ്ട്. പ്രാർത്ഥനയിലൂടെ അവനിൽ നിന്ന് നമുക്ക് വലിയ ധൈര്യം ലഭിക്കുന്നു. ക്രിസ്തു എപ്പോഴും നമ്മുടെ അടുത്താണ്. അവൻ്റെ ആത്മാവ് നമുക്ക് മുമ്പായി പോകുന്നു. ലോകത്തിൻ്റെ എല്ലാ പാതകളിലും നമ്മെ നയിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി എന്ന ദൈവവചനം നിങ്ങൾ മറക്കാതിരിക്കുക. പ്രിയ ഇടവക ജനമേ, വിശ്വാസ പരിശീലനം സഭയുടെ സുപ്രധാന ദൗത്യമാണ്. ഇടവകയുടെ നിലനിൽപ്പ് തന്നെ വിശ്വാസ കൈമാറ്റ പ്രക്രിയയിലൂടെയാണ് സംജാതമാകുക. ആധുനിക സംവിധാനങ്ങളിലൂടെയുള്ള ക്ലാസ് മുറികളും വിശ്വാസ പരിശീലനത്തിൻ്റെ സുഗമമായ നടത്തിപ്പും ഉറപ്പാക്കേണ്ടത് ഇടവക പ്രതിനിധി യോഗത്തിൻ്റെ കടമയാണ്. ഇടവകയുടെ വരുമാനത്തിൻ്റെ നിശ്ചിത ശതമാനം വിശ്വാസ പരിശീലനത്തിനായി മാറ്റിവെക്കുന്നത് വരും തലമുറയോടുള്ള നമ്മുടെ കരുതലാണ്. വിശ്വാസ പരിശീലനത്തിന് നേതൃത്വം നൽകുന്ന രൂപത ഡയറക്ടർ, വികാരിയച്ചന്മാർ, ആനിമേറ്റേഴ്സ്, സന്യസ്തർ, മതബോധന അധ്യാപകർ, PTA ഭാരവാഹികൾ, മാതാപിതാക്കൾ എന്നിവരെ നന്ദിപൂർവ്വം ഓർക്കുന്നു. പ്രാർത്ഥനയിൽ കേന്ദ്രീകൃതമായ വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങളിലൂടെ യേശു സ്നേഹത്തെ അനുഭവിച്ചറിയാനും
യേശുവിനെ ഏകരക്ഷകനായി ഏറ്റുപറയുവാനും നമ്മുടെ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാൻ വിശ്വാസ പരിശീലന സംവിധാനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അനുഗ്രഹാശിസുകളുടെ മാർപ്പുള്ളി കണ്ണുകടൻ ഇരിഞ്ഞാലക്കുട രൂപതമെത്രാൻ. സ്നേഹമുള്ളവരെ, വിവിധ പിതാവ് ഓരോരുത്തരുമായിട്ടാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞത്. മാതാപിതാക്കളോടായിട്ട് നമ്മുടെ ഈ അധ്യയന വർഷത്തിൽ മാതാപിതാക്കളോടായിട്ട് പുള്ളിപ്പിതാവ് പറയുന്ന ഒരു കാര്യം, നമ്മളാണ് വിശ്വാസത്തിൻ്റെ വാതിൽ എന്നുള്ളതാണ്. വിശ്വാസത്തിൻ്റെ വാതിൽ എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞു കുട്ടികളിലാണ് നമ്മുടെ വിശ്വാസ പരിശീലനം ആരംഭിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യമുണ്ട്, കതിരിൽ കൊണ്ടുവന്ന് വളം വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചെറുതായിരിക്കുമ്പോഴേ അവർക്ക് പള്ളിയോടും കുർബാനകളോടും കൂദാശകളോടും അതുപോലെ തന്നെ പഠനത്തോടുമൊക്കെ താല്പര്യം ജനിപ്പിക്കണം. പലപ്പോഴും പല മാതാപിതാക്കൾക്കും മതബോധനം എന്ന് കേൾക്കുമ്പോൾ ഒരു രണ്ടാം തരം പോലെയാണ്. എന്നാൽ മറ്റു പല കാര്യങ്ങൾക്കൊക്കെ വളരെ ഊർജ്ജസ്വലമായി കൊണ്ടുവിടാനും മറ്റുള്ള കാര്യങ്ങൾ നടത്താനൊക്കെ നല്ലോണം നല്ല അറിവുണ്ട്, നല്ല താല്പര്യമുണ്ട്. അതിന് ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഈ കഴിഞ്ഞ വ്യാഴാഴ്ച കുട്ടികൾ കൊണ്ട് സിനിമയ്ക്ക് പോയി. അപ്പോൾ നല്ല മഴയുണ്ട്. അപ്പോൾ മാഷ് ആകെ ടെൻഷനായി. 70 പേരുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, എത്ര പേര് വരും, എത്ര പേര് വരും, എത്ര പേര് വരും. മാഷ് പറഞ്ഞു, ഒന്ന് വെയിറ്റ് ചെയ്യും, ഒരു അരമണിക്കൂർ. അത് കഴിഞ്ഞ് 5:30-6 മണിയായപ്പോൾ നിറച്ച് പിള്ളേർ, 10-78 പേര് ഇവിടുന്ന് സിനിമ കാണാൻ പോയി വ്യാഴാഴ്ച. പിറ്റേ ദിവസം വെള്ളിയാഴ്ച മാതാവിൻ്റെ വണക്കമാസത്തിരുന്നാൾ. ഈ 78 പേരിൽ 10-65 പിള്ളേരുണ്ട്, ബാക്കി കുറച്ച് പേരൻസുണ്ട്, കുറച്ച് ടീച്ചേഴ്സുണ്ട്. ആ 60 പിള്ളേരിലെ ഞാൻ ഇവിടെ നിന്ന് എണ്ണീട്ട് ഒരു 5-10 പേര് ഞാൻ കണ്ടുള്ളൂ. അന്നൊരു മഴയുമില്ല, ഒരു കുഴപ്പമുണ്ടായില്ല, നല്ല കാലാവസ്ഥയായിരുന്നു. ഇതാണ് വ്യത്യാസം. ഞാനെപ്പോഴും പറയാറുണ്ട്, ഇവിടെ വിശുദ്ധ കുർബാനയ്ക്ക് പിള്ളേരില്ല. ഇത് എന്നത്തേക്കാം? ഇതാണ് വിശ്വാസത്തിൻ്റെ വാതിൽ എന്ന മാതാപിതാക്കളെക്കുറിച്ച് 16-ാം മാർപ്പാപ്പ പറഞ്ഞത്. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന താല്പര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പ്രാധാന്യങ്ങളും മാത്രമേ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകൂ. എന്നിട്ട് അവസാനം എൻ്റെ മക്കൾ പഴച്ചുപോയി, എൻ്റെ മക്കൾ പള്ളി വരണില്ല, എൻ്റെ മക്കൾ കുദാശ സ്വീകരിക്കണില്ല, എൻ്റെ മക്കൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് സ്നേഹമുള്ള മാതാപിതാക്കളെ, വിശ്വാസത്തിൻ്റെ വാതിലായ നിങ്ങളുടെ മക്കളെ നല്ലത് പറഞ്ഞ് പഠിപ്പിക്കുക. പള്ളിയും കുർബാനകളും കൂദാശകളും കൃത്യമായി അവർ കൊണ്ടുപോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. മാസത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കുന്നുവെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. നിങ്ങളില്ലായെങ്കിലും നിങ്ങളുടെ മക്കളെങ്കിലും അത് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഇതൊന്നും 9, 10, 11, 12 ക്ലാസ്സിലുള്ള കുട്ടികളോടല്ല പറയേണ്ടത്, മറിച്ച് വളർന്നു വരുന്ന ആ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അല്ല എങ്കിൽ അവർ നമ്മുടെ കൈവിട്ടു പോകും, അതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്കറിയാമോ, ആദ്യത്തെ ഒരു 2 വയസ്സ് മുതൽ 1 തൊട്ട് 3 വയസ്സ് വരെയുള്ള കാലഘട്ടം, അത് കഴിഞ്ഞ് 3 തൊട്ട് ഒരു 5, 6, 7 വയസ്സ് വരെയുള്ള കാലഘട്ടം, ഈ സമയം മുഴുവനും നിങ്ങളുടെ കയ്യിലാണ് കുഞ്ഞുമക്കൾ. അത് കഴിഞ്ഞ് 6-ാം ക്ലാസ് 7-ാം ക്ലാസ് വരുമ്പോഴാണ് ഈ 1-ാം ക്ലാസ് സ്റ്റാൻഡേർഡിൽ ഇവിടെ എത്തുന്നത്. ഇവിടെ പിന്നെ നഴ്സറി ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ എങ്കിലും ഈ പ്രായത്തിൽ അവരുടെ മനസ്സിൽ, അവരുടെ ഹൃദയത്തിൽ ഇംപ്രിൻ്റ് ചെയ്യുന്ന ചില വിശ്വാസത്തിൻ്റെ സത്യങ്ങളുണ്ട്. അത് നമ്മുടെ മക്കൾ അറിയണം, നമ്മുടെ മാതാപിതാക്കൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് കുർബാന സ്വീകരണത്തിൻ്റെ ഒരു സമയമുണ്ട്, അതുവരെയുള്ള കാലഘട്ടം. അവിടെയും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇന്നതാണ്, ഇന്ന കാര്യങ്ങളാണ്, പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം, കൃത്യമായി കുർബാനയിൽ പങ്കെടുക്കണം, സമയത്ത് ചെല്ലണം, മതബോധനം പഠിക്കണം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ചില കുട്ടികളൊക്കെ വളരെ മോശമായാണ്, എന്നാൽ പഠിക്കാൻ ബുദ്ധി കുറവുണ്ടായിട്ടല്ലെന്നല്ല, വളരെ മോശമായിട്ടാണ് പലരും ഈ കാറ്റഗിസമൊക്കെ എഴുതി വെച്ചിരുന്നത്. 1, 2, 3 പ്രാവശ്യമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാണ്, അതും സെയിം ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ട്. ടീച്ചേഴ്സിനോട് ഞാൻ ചിലർ പറഞ്ഞു, പഠിക്കാൻ ബുദ്ധിയുള്ള കുട്ടിയാണെങ്കിൽ ജയിപ്പിക്കേണ്ട കാര്യമില്ല, ഓൾ പ്രൊമോഷനൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, ഒരു കൊല്ലം അവിടെ ഇരിക്കട്ടെ. മക്കൾക്ക് താല്പര്യമില്ല, മാതാപിതാക്കൾക്ക് താല്പര്യമില്ല, പിന്നെ ആർക്കാണ് താല്പര്യം?
ഇതിന്നൊന്നും കിട്ടാനുമില്ല. എവിടെയെങ്കിലും കോച്ചിങ് ഉണ്ടോ, മറ്റുള്ള കാര്യങ്ങളുണ്ടോ, ട്യൂഷനുണ്ടോ, ക്ലാസ്സുകളുണ്ടോ? അപ്പന്മാരോ അമ്മമാരോ കുട്ടികളെ കൊണ്ട് ചെന്നാക്കും, എന്നിട്ട് സമയത്ത് തിരിച്ച് കൊണ്ടുവരികയും ചെയ്യും. പള്ളിയിലേക്ക് പോയാലായി, പോയില്ലെങ്കിലായി. കുർബാന കണ്ടാലായി, കുർബാന കണ്ടില്ലെങ്കിലായി. സ്നേഹമുള്ളവരെ, ഞാൻ അങ്ങനെ പറയുന്നതിൽ നിങ്ങൾ വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം മാതാപിതാക്കളാണ് കുട്ടികളുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വ്യക്തികൾ. അത് കഴിഞ്ഞ് മാതാപിതാക്കളും അച്ഛനും കപ്പ്യാരൊക്കെ ഉള്ളൂ. അതുകൊണ്ട് സ്നേഹമുള്ള മാതാപിതാക്കളെ, ചെറുതിലേ മുതൽ നമ്മുടെ കുട്ടികളെ വിശ്വാസ പരിശീലനത്തിൻ്റെ ഒരു പ്രാധാന്യം. എന്താണ് വിശ്വാസ പരിശീലനം? വെറുതെ മതബോധനത്തിൽ കൊണ്ടുപോയി ഞായറാഴ്ച കൊണ്ടുപോയി അസംബ്ലിയിൽ നിർത്തി കുറച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ പങ്കെടുത്ത് തിരിച്ചു പോരുക, അർദ്ധവാർഷിക പരീക്ഷയിലും മറ്റ് വാർഷിക പരീക്ഷയിലും പങ്കെടുക്കുക, മാർക്ക് വാങ്ങിക്കുക, അതല്ല സ്നേഹമുള്ള മാതാപിതാക്കളെ. അതോടൊപ്പം വിശുദ്ധ കുർബാനയ്ക്കും കൂദാശകൾക്കും പ്രാധാന്യമുണ്ട് ജീവിതത്തിൽ എന്ന് പഠിപ്പിക്കലാണ്. ഇവിടെ മുടങ്ങാതെ വന്നവർക്ക് സമ്മാനം കൊടുക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കുറേ പിള്ളേരുകൾ ഇവിടെ കുർബാനയ്ക്ക് വന്നു. സമ്മാനമില്ലേ, പിള്ളേരില്ല. അതാണോ നമ്മുടെ അവസ്ഥ? ഇതാണോ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന കാഴ്ചപ്പാട്? അതല്ല സ്നേഹമുള്ളവരെ. നമ്മൾ ചിന്തിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയല്ല നമ്മുടെ മക്കൾ ചിന്തിക്കുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ പരിശീലനം അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഒരു തളർച്ച നമുക്ക് അനുഭവിക്കാൻ തുടങ്ങും. അത് ഇന്നത്തെ യുവജന തലമുറയിലുണ്ട്. 9ാം ക്ലാസ് മുതലുള്ള കുട്ടികളിൽ അത് വളരെ കൃത്യമായിട്ട് പ്രകടമായിട്ട് കാണുന്നുണ്ട്. സ്നേഹമുള്ള മാതാപിതാക്കളെ, ഞാനിത് വെറുതെ പറയുന്നതല്ല. ഇന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ ഈ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ കൂദാശകളുള്ള ആഭിമുഖ്യത്തിൻ്റെ തളർച്ച വളരെ വ്യക്തമായി ശക്തമായും കാണുന്നുണ്ട്. ഏതാനും ചില വ്യക്തികൾ ഒഴിച്ചാൽ, കുട്ടികൾ ഒഴിച്ചാൽ, അത് കുടുംബത്തിൽ നിന്ന് ഞാനൊരു വികാരിയച്ഛനല്ലേ, നമുക്കറിയാം അങ്ങനെയുള്ള കുട്ടികൾ ഏത് കുടുംബത്തിൽ നിന്നാണ് വരണേ, മറ്റുള്ള കുട്ടികൾ ഏത് കുടുംബത്തിൽ നിന്നാണ് വരണേ എന്ന് കൃത്യമായിട്ട് അച്ഛനറിയാം. അതുകൊണ്ട് അച്ഛൻ പറയുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ള മാതാപിതാക്കളെ, വിശ്വാസ പരിശീലനത്തിൻ്റെ വാതിൽ അത് നിങ്ങളാണ്. ആ വാതിലിലൂടെ കുർബാനയ്ക്കും കൂദാശകൾക്കും ഈശോയ്ക്കും എൻ്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ട് എന്ന് നമ്മുടെ മക്കൾ തിരിച്ചറിയണം. ഇനി വിശ്വാസ പരിശീലകരോടുണ്ട്, പിന്നെ വിദ്യാർത്ഥികളോടുണ്ട്, ഇടവക ജനത്തോടുണ്ട്. ഇടവക ജനത്തോട് പറയുന്ന കാര്യം വളരെ കൃത്യമാണ്. അത് നമ്മൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. എന്താണ്? പള്ളിയുടെ ഭാഗത്തുനിന്ന് നല്ലൊരു സപ്പോർട്ട് വിശ്വാസ പരിശീലനത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും അധ്യാപകർക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഇടവകയെ സംബന്ധിച്ച് വലിയ നല്ലൊരു കാര്യമാണ്. അത് തീർച്ചയായും അത് ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കുട്ടികളോടും അധ്യാപകരോടുള്ളത് അടുത്ത കുർബാനയ്ക്ക് ഞാൻ പറയാം. മാതാപിതാക്കളോടുള്ളതാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു മതബോധന അധ്യയന വർഷം ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇതിന് കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ കാറ്റഗിസം ടീച്ചേഴ്സ് അവർക്കൊരു 10ൻ്റെ പൈസ അവർക്ക് കിട്ടണില്ല പള്ളിയിൽ നിന്ന്. വർഷത്തിലൊരിക്കൽ ടൂറാണ് കിട്ടണത്. വർഷത്തിലൊരിക്കൽ ഒരു ടൂറ്, അതും ചിലപ്പോൾ കുറച്ച് പൈസ കയ്യിൽ നിന്നൊക്കെ എടുക്കേണ്ടി വരും ഓരോ സ്ഥലങ്ങളൊക്കെ ക്രമീകരിക്കുമ്പോൾ. എന്നിട്ടും ചില മാതാപിതാക്കൾ വളരെ മോശമായും വളരെ വിഷമിപ്പിക്കുന്ന തരത്തിലും ടീച്ചേഴ്സിനോട് പെരുമാറുന്നുണ്ട്. അത് വളരെ മോശമാണ്, വളരെ മോശമാണ്. ഇപ്പോൾ ടീച്ചേഴ്സിന് പേടിയാണ്. ഒരു ദിവസം എന്നോടൊരു സാറ് പറഞ്ഞു, അച്ഛാ കുറേ കുട്ടികൾ പുറകിൽ നിൽക്കണം. അത് കൊച്ചു കുട്ടികളൊക്കെയാണ്. കുർബാനയ്ക്ക് വന്നിട്ട് പിള്ളേർ പുറകിൽ നിൽക്കുക. കാറ്റഗിസത്തിന് ഇവിടെ ഫ്രണ്ടിൽ നിന്ന് നിൽക്കും. എന്നാൽ കാറ്റഗിസം ഇല്ലെങ്കിലോ പിള്ളേരൊക്കെ പുറകിലാണ്. അപ്പോൾ കാറ്റഗിസം മാഷ് ഒന്ന് കയറി നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാരൻസ് പറയാം അവനോട് നിൽക്കട്ടേന്ന്. അവനോട് നിന്നാൽ എന്താ കുഴപ്പം? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മുടെ പിള്ളേർക്ക് കിട്ടുക. അത് പിള്ളേർക്ക് നല്ല രീതിയിൽ കൊടുത്താൽ അവർ നല്ല മക്കളായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. അതുകൊണ്ട്
നമ്മൾ തീരുമാനിക്കുക എങ്ങനെയാണ് നമ്മുടെ മക്കളെ വിശ്വാസ പരിശീലനമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ പരിശീലിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ കാണേണ്ടത്. അതുകൊണ്ട് ഈ ഒരു ബോധ്യം, ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അങ്ങനെ നല്ലൊരു മതബോധന അധ്യയന വർഷം ഈ വർഷം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് കാലസ്വസ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ ഇന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന നരളി ചെയ്ത മിശിഹായി, സുവിശേഷ ഭാഗ്യങ്ങൾക്കൊത്ത വിധം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യത്തിന് സാക്ഷികളാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ മാതൃകയനുസരിച്ച് സത്യവിശ്വാസത്തിനു വേണ്ടി മരിക്കാൻ സന്നദ്ധരായ അനേകം പ്രേക്ഷിതരെ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധ കുദാശകളിലൂടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പൗത്രീകരിക്കുകയും ദൈവിക ജീവൻ നൽകുകയും ചെയ്യുന്ന കർത്താവേ, കൗദാശിക ജീവിതത്തിലൂടെ വിശുദ്ധിയിൽ വളരാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പീഡനങ്ങളിലും ക്ലേശങ്ങളിലും ശ്ലീഹന്മാർക്ക് പ്രത്യാശയും ധൈര്യവും പ്രദാനം ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ നൽകിയ കർത്താവ്, ജീവിത ക്ലേശങ്ങളുടെ മധ്യേ വസിക്കുന്ന ഞങ്ങൾക്ക് പ്രത്യാശയും ധൈര്യവും നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ കടങ്ങളെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേനിടവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുടണയുകനാ അഖിലരുമൊന്നായി സന്നിധിയിൽ മാനവനിരയോടു ചേർന്നീവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ മറിയത്തിൻ്റെയും നീതിമാനായ മറിയൂസഫിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹയുടെ ഓർമ്മയോടുകൂടെ വിജയമരിച്ച നീതിമാന്മാരുടെയും മകടം ചൂടി രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പ് ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു.
മനുഷ്യനായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവാൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്കൊരു നിമിഷം സ്തോത്ര കാഴ്ചയ്ക്കായി ഒരുങ്ങി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ പങ്ക് സ്വീകരിച്ച് കൂടുതൽ സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും ഞങ്ങളെ വളർത്തണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അസുഖങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മിത്രാപൊലീത്താമാരും മിത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഭീക്ഷ നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിൽ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിരുന്നിട്ടും നീ ഞങ്ങളെ യോഗ്യരാക്കുന്നുവല്ലോ. അങ്ങ് നൽകുന്ന ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളേവരെയും ശക്തരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരി, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവ് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപ്പുറം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനമായ രഹസ്യങ്ങൾ കുദാ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമ്മതമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹാമിനെ ഇസ്ഹാക്കിനെ യാക്കോബിനെ ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അതിനായ യുക്തവുമാകുന്നു. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്മേനും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധനും അരൂപികളുമായ ക്രൂവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ചില്ലയേറ്റുപാടി സ്വർഗം ഭൂവിൽ തീർത്തിടാനാ
സ്വർഗം ഭൂവിൽ തീർത്തിടാനായി നാഥൻ വരികയാ. ദൈവം സർവശക്തൻ അത് ഈശോയാണല്ലോ. ചേരാമണി ചേരാം എതിരേൽക്കാമുന്നതനേ. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഇപ്പോൾ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമിന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും മാർ ആഫിൽ തട്ടിൽ ശ്രേഷ്ഠ മെത്രാപൊലീത്തായ്ക്കും മാർ ആൻഡ്രൂസ് മെത്രാപൊലീത്തായ്ക്കും മാർ പോളി മെത്രാനും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിതം അൽമായ പരിശുദ്ധർ ഭരണകർത്താക്കൾ മേലധികാരികൾ സന്നദ്ധ വിദ്യാർത്ഥികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും, ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും, രോഗികളായ ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർക്കും, മാരകമായ സുഖങ്ങളാൽ വിഷമിക്കുന്നവർക്കും, വിദൂരസ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും, ഇന്നു മുതൽ ആരംഭിക്കുന്ന ഞങ്ങളുടെ മതബോധന അധ്യയന വർഷത്തിൻ്റെ വിജയത്തിനും, എല്ലാ മതബോധന വിദ്യാർത്ഥികൾക്കും അവരെ പരിശീലിപ്പിക്കുന്ന അധ്യാപകർക്കും അവരുടെ മാതാപിതാക്കൾക്കും, അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമിന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവശിച്ചതിനെ ആശീർവദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിൽ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ.
നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊരു വിധം എന്നോട് ചെയ്തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദരത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായി, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ. സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോൻ എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീരത്വങ്ങളെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവതനരും നിഷ്കളകരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ.
ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവനും അവിടുത്തെ കാരുണ്യത്തിൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരി, സ്വർഗരാജ്യത്തുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാൻ ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവന് കാരണമാകട്ടെ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവ് ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവനുമായ ദാനത്തെക്കുറിച്ച് കർത്താവ് അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവായ ദൈവമേ, സ്തുതിർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങൾ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കൈകൾ കൂപ്പി നൽകുന്നിച്ച് ആശീർവാദം സ്വീകരിക്കും. പിതാവായ ദൈവം നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വഴി എല്ലാ ആധ്യാത്മിക ദാനങ്ങളിലേക്ക് നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് തൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും അക്ഷയവും അനശ്വരവുമായ സൗഭാഗ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തു. ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട നമ്മുടെ സമൂഹത്തെ മിശിഹ തൻ്റെ വാഗ്ദാനമനുസരിച്ച് അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സ്തുതിർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികമായ രഹസ്യത്തിൽ പങ്കുകൊണ്ട് സന്തുഷ്ടരായി നമ്മെ അവിടുന്ന് മഹത്വമണിയിക്കട്ടെ. കർത്താവിൻ്റെ കുരിശിൻ്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതനാകട്ടെ. രഹസ്യവും പരസ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് നിങ്ങൾ സംരക്ഷിതരുമാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നെ അനുസരിച്ച് കുർബാന കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെയും മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.